മൊണാലിസയ്ക്ക് 16 വയസ്സല്ല, 18 വയസ്സാണ്. ഇനി നമ്മൾ വിചാരിച്ച 16 വയസ്സാക്കാൻ പറ്റൂ? 1.5 വർഷം മുമ്പത്തേക്ക് അവളുടെ 1.5 വർഷം ശേഷത്തേക്ക് അവളുടെ ജന്മം മാറ്റാൻ പറ്റൂ? ഈ 3-4 രേഖകളില്ലേ? ഫർമാനും മൊണാലിസയും പരിചയപ്പെട്ടിട്ട് ഏതാനും കുറച്ച് കാലങ്ങളല്ലേ ആയിട്ടുള്ളൂ. 10 വർഷം മുമ്പ് അവളെടുത്ത രേഖ ഫർമാൻ ടൈം മെഷീനിൽ കൊണ്ടുപോയി കണ്ടുണ്ടാക്കിയോ? കള്ളം പറയുന്നതിനൊക്കെ ഒരു മടിയും മയവും വേണ്ടേ? അതായത് നിങ്ങളുടെ ഇരിക്കുന്നത് മൊണാലിസയെ നോക്കിയാൽ മതി, ചെറിയ പ്രായത്തിലുള്ള മൊണാലിസയുടെ കാർഡടക്കമാണ്. അതിനിടയ്ക്ക് വ്യാജ പ്രചരണങ്ങളുടെ ഏറ്റവും വലിയ കോലാഹലങ്ങളും. ഒരാൾ തമാശയ്ക്ക് വീഡിയോ ചെയ്തു മൊണാലിസ ഒളിച്ചോടിയെന്ന്. ഇയാളുടെ മുഖഭാവമുള്ള ഒരാൾ വീഡിയോ ചെയ്തു, അപ്പൊ മൊണാലിസ ഒളിച്ചോടിയതിന്റെ പിന്നിൽ ബാക്കി താല്പര്യങ്ങളാണെന്ന് പറഞ്ഞ അടുത്ത കഥ. ഇതെല്ലാം ഒരുപക്ഷെ കുറച്ച് മെച്ചുറായി നിൽക്കുന്ന നമ്മളെ പോലെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിൽക്കുന്നവർക്കോ ഓക്കെയാണ്. ഇവർക്ക് ഇതിന്റെ പ്രഷറും ടെൻഷനും താങ്ങാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഈ അവസ്ഥയാണെങ്കിൽ കേരളം വിട്ടാലുള്ള ദുരവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് പോലും ഇന്ത്യയിലെ ഏറ്റവും സേഫും പ്ലൂറലിസ്റ്റിക്കും സെക്യുലറും മതസൗഹാർദ്ദമുള്ള സ്പേസ് ആണ് കേരളം. കേരളത്തിൽ ഇവർക്ക് ഇത്രമാത്രം സ്ട്രെസ്സും ടെൻഷനും ആണെങ്കിൽ കേരളം വിട്ടാൽ എന്തായിരിക്കും? അതുകൊണ്ട് എനിക്ക് ഇനി അതുകൂടെ പറഞ്ഞ അവസാനം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കേരള ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, മൊണാലിസ നമ്മളെ അഭയം തേടിയവരാണ്. അല്ലെങ്കിൽ ഇനി ഏത് പാർട്ടി വന്നാലും, ഇന്നാളെ ഏത് ഭരണം മാറിയാലും ഭരണം മാറിയില്ലെങ്കിലും മുഖ്യമന്ത്രി അവർകളോട്, ആഭ്യന്തരമന്ത്രിയോട്, DGPയോട്, കമ്മീഷണറോട്, പോലീസ് സംവിധാനത്തോടുള്ള അഭ്യർത്ഥന, നമ്മുടെ കേരളത്തെ വിശ്വസിച്ച് കേരളത്തിൽ വന്ന് വിവാഹം ചെയ്തവരാണ് മൊണാലിസ ഫർമാൻ എന്നുള്ളവർ. അവർ മതം മാറിയിട്ടില്ല, മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടത്തിയത്. രണ്ടുപേർക്കും സിനിമാ രംഗത്തെ താല്പര്യങ്ങളാണ്. എന്റെ ഘർ ബസാന, എനിക്ക് കുടുംബം ഫർമാനുമായിട്ട് കേരളത്തിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ആ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മളെ തേടി വന്ന, നമ്മളെ അഭയം പ്രാപിച്ചവരെ എന്നും സ്വീകരിച്ച സംസ്കാരമാണ് ഇന്ത്യക്കും കേരളത്തിനും ഉള്ളത്. ആ സംസ്കാരം നമ്മൾ കാണിക്കണം. അതിശക്തമായി മൊണാലിസയെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് കേരള ഗവൺമെന്റ് എടുക്കണം. അത് മുമ്പ് ഈ വിഷയത്തിലല്ല, മുമ്പ് ശ്രീ ഗോവിന്ദൻ മാഷ് അടക്കം ശ്രീ A. റഹീം MP അടക്കം ഈ വിഷയത്തിൽ എടുത്ത നിലപാട് മാതൃകാപരമാണ്, നല്ലതാണ്. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഒരു വിഷയത്തിൽ യോജിക്കുന്ന വ്യക്തിയല്ല ഞാൻ. എന്റെ 20 വർഷത്തെ ജീവിതത്തിൽ എന്നും അവരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, അവർ ഇടതുപക്ഷക്കാരാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ് ഇത് കേരള സ്റ്റോറിയാണ്, നന്മയുടെ കേരള സ്റ്റോറിയാണെന്ന് പറയുന്ന നിലപാട്, അവിടെ പോയ നിലപാട് ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതാണ് ഒരു മലയാളി എടുക്കേണ്ട നിലപാട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിലൊരു നിലപാടെടുത്ത് കേരളം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടെടുത്ത് മൊണാലിസ ഫർമാൻ ദമ്പതികൾക്ക്, അവർ കല്യാണം കഴിഞ്ഞിരിക്കുന്നതാണ്, ദമ്പതികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകണം. നിയമപരമായിട്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി കേരള ഹൈക്കോടതി മൂവ് ചെയ്യാനും വേണ്ടി വന്നാൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുമുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൊണാലിസ മജിസ്ട്രേറ്റിനടക്കം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറാണ്. ആ വിഷയത്തിൽ കേരളം അവരെ പിന്തുണയ്ക്കണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.